കോഴിക്കോട് കുറ്റ്യാടി എള്ളിക്കാംപാറയിൽ ഭൂചലനമെന്ന സംശയം. പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. ശബ്ദം കേട്ട ജനങ്ങൾ വീട് വിട്ടിറങ്ങി. കായക്കൊടി പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി 8 മണിയോടെയാണ് ഭൂചലനത്തിന് സമാനമായ അനുഭവം ഉണ്ടായത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, നിലവിലെ സ്ഥിതി എന്താണ്? സോന സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മണിയോട് കൂടിയാണ് ഭൂചലനത്തിന് സമാനമായ അനുഭവം പ്രദേശത്ത് അനുഭവപ്പെട്ടത്. കോഴിക്കോട് കുറ്റ്യാടി കായക്കൊടി പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ എള്ളിക്കാംപാറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഭൂചലനത്തിന് സമാനമായ അനുഭവം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വലിയ ശബ്ദം ഉണ്ടാവുകയും ചെയ്തതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. അവർ ഈ ശബ്ദമുണ്ടായപ്പോൾ തന്നെ വീട് വിട്ടിറങ്ങി. കുറച്ച് സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ആ ഒരു 8 മണിക്കുണ്ടായ സംഭവത്തിന് ശേഷം നിലവിൽ ഇതുവരെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ജില്ലാ കളക്ടറെ അടക്കം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പ്രത്യേക സംഘം അവിടെ എത്തി പരിശോധന നടത്തും. എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ കാലയളവിനിടയിൽ കോഴിക്കോട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലകളുടെ മലയോര പ്രദേശങ്ങളിൽ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ശബ്ദം, ഭൂമികുലുക്കത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ ശബ്ദമുണ്ടാകുന്ന ഒരു പ്രതിഭാസമായിരുന്നു. ആ രീതിയിലുള്ള പ്രതിഭാസമാണോ സംഭവിച്ചത് എന്നതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഭൂചലനമാണ് എന്നാണ്. കുറച്ച് സെക്കൻഡുകൾ മാത്രം നിലനിന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പഞ്ചായത്ത് അധികൃതരടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ സൂചിപ്പിച്ചതുപോലെ തന്നെ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക സംഘം ഈ മേഖലയിലെത്തി പരിശോധന നടത്തും. നിലവിൽ MLA അടക്കമുള്ള ആളുകൾ പ്രദേശവാസികളുമായി സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പ്രദേശവാസികൾ പറയുന്നത് അനുസരിച്ച് ഇന്ന് രാത്രി 8 മണിയോട് കൂടി ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസം അത് ഇന്ന് രാവിലെ 7 മണി 7:15 കൂടി സമാന രീതിയിൽ തന്നെ ഒരു ശബ്ദം ഉണ്ടായിരുന്നതായിട്ടും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു ഭൂചലനമാണോ എന്നതിലൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം ഈ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ പലയാവർത്തി ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതാണോ സംഭവിച്ചിട്ടുള്ളത് എന്നതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ നാളെ പ്രത്യേക സംഘത്തിന്റെ പരിശോധന കഴിയുന്നതോടുകൂടി സംഭവിച്ചത് ഭൂചലനമാണോ എന്നതിലൊരു വ്യക്തത വരും. അതിനു മുൻപ് ഇപ്പോൾ നിലവിൽ പ്രദേശത്തെ ആളുകൾ ഒരു ജാഗ്രതയിലാണ്. ആളുകൾക്ക്, പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് പരിഭ്രാന്തി ഉണ്ട്. എന്നാലും പഞ്ചായത്ത് അധികൃതർ അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്ന് ആളുകളോട് പരിഭ്രാന്തി അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്ക് പോകണ്ട എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആളുകൾ സുരക്ഷിതരാണ്. വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ശരി, ബെൻസൺ ബാബു ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.